ഹേ ഗായ്സ്, ഞാൻ പിന്നെയും വന്നു. നാഷണൽ ടീമിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ള ഫ്രീ ഹൈലൈറ്റ് കാർഡിൻ്റെ പാക്ക് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 10ഓളം കാർഡുകളുണ്ട്. ഇതിൽ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള, അത്യാവശ്യം ഫോമുള്ള ഒരുപാട് കാർഡുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ബ്രസീലിൻ്റെ ഗേഴ്സൺ ഒരു ബോക്സ് ടോസ് കാർഡാണ്. അത്യാവശ്യം സ്കിൽസ് ഉണ്ട്. ഓൺ ദ ബോൾ അത്യാവശ്യം നല്ല സ്മൂത്താണ്. പക്ഷേ ഒരു പ്രോപ്പർ CMFന് വേണ്ടുന്ന സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല ഡിഫെൻസീവ്ലി. എന്നാലും അത്യാവശ്യം ബോൾ വിന്നിങ് ഉണ്ട്. നല്ല ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ അടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാർഡ് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് റീസ് ജെയിംസിൻ്റെ ഈ ഒരു കാർഡ് ഏകദേശം 98 എങ്ങാനാണ് റേറ്റിംഗ് വരുന്നത്. അറ്റാക്കിംഗ് ഫുട്ബോൾ കാർഡാണ്. സ്റ്റാൻഡേർഡ് ഫോമാണ്. നേരത്തെ പറഞ്ഞ ഗേഴ്സൻ്റെ കാർഡും സ്റ്റാൻഡേർഡ് ഫോമാണ്. അതാണ് ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. അത്യാവശ്യം ഡിഫെൻസീവ്ലി നല്ല ഒരു അറ്റാക്കിംഗ് ഫുട്ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാർഡ് തന്നെയാണ് റീസ് ജെയിംസിൻ്റെ ഒരു കാർഡ് എന്നുള്ളത്. പിന്നെ പുള്ളിയുടെ ഫോം ഇടയ്ക്കൊരു ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാ മാച്ചിനും കളിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്തത് മാർഗേഹിയുടെ ഈ ഒരു കാർഡ് ബിൽഡപ്പ് കാർഡ് പ്രതീക്ഷിച്ച് നമുക്ക് എക്സ്ട്രാ ഫ്രണ്ട്മാനാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം സ്പീഡുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അൺവേവറിങ് ഫോമൊക്കെയാണ്. പിന്നെ അത്യാവശ്യം വേണ്ട സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഗുഹയുടെ ഈ ഒരു കാർഡ്. അടുത്തത് ജോ പെഡ്രോയുടെ ഈ ഒരു ഡീപ് ലൈൻ ഫോർവേഡ് കാർഡാണ്. നിങ്ങൾക്ക് എത്ര പേര് ഈ ക്ലീൻ സ്റ്റൈൽ കളിപ്പിക്കാറുണ്ടെന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഇൻ ഗെയിമിൽ കിട്ടിയിട്ടുണ്ട്. കിക്കിംഗ് പവർ കുറച്ച് കുറവാണെന്നൊരു ഫീൽ ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല പൊസിഷനിങ്ങും നല്ല ഫിനിഷിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഇൻബിൽഡ് വരുന്നുണ്ട്. സോ അതും കൺസിഡർ ചെയ്യുക. അടുത്തത് ആൻ്റണി ഗോർഡൻ. ഈ പാക്കിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട ഒരു കാർഡാണ് ഈ ഒരു പ്രൊളിഫിക് വിങ്ങർ കാർഡ്. കാരണം ഓൺ ദ ബോൾ നല്ല സ്മൂത്താണ്. അത്യാവശ്യം നല്ല കിടില റണ്ണും എടുക്കുന്നുണ്ട്. ഫിനിഷിങ്ങും അത്യാവശ്യം ഓക്കെ ആണെന്ന് പറയാം. പിന്നെ അത്യാവശ്യം വേണ്ട സ്കിൽസൊക്കെ കൊടുത്തിട്ടുമുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യുക. ഡബിൾ ടച്ച് ഇല്ല, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കാർഡ് കൺസിഡർ ചെയ്യുക. അടുത്തത് മോർഗൻ റോഗസ് ഒരു ഹോൾ പ്ലെയർ കാർഡാണ്. എന്ന് പറഞ്ഞാൽ ഹോൾ പ്ലെയർ കാർഡിൻ്റെ ഒരു പേസ് ഈ ഒരു കാർഡിന് ഇൻബിൽഡ് ആയിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ സ്പീഡൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റൺസൊക്കെ എടുക്കും. പക്ഷേ പൊസിഷനിങ്ങും ഫിനിഷിങ്ങും ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കിക്കിംഗ് പവറും കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റീട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടും ഈ ഒരു കാർഡിൻ്റെ ഭാഗത്തുനിന്ന്. ഞാൻ ഇതിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് കുറേ മുമ്പ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ കാർഡ് നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ടതാണ്. അടുത്തത് നമ്മുടെ ബ്രസീലിൻ്റെ സാവിനിയോ പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. അൺവേവറിങ് ഫോമാണ്. അത്യാവശ്യം നല്ല ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പീഡാണ്. റൈറ്റിങ്ങിലോട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ സ്കിൽസ് ഒന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ ലോങ് റേഞ്ച് കേളറോ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും കൊടുക്കാം. ഫിനിഷിംഗ് ഒക്കെ അത്യാവശ്യം ഗുഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഈ ഒരു കാർഡാണ്. ഈ കാർഡിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് തോട്ട് ഉണ്ട്. കാരണം ഞാൻ മുമ്പ് ഒരു ആഴ്സണലിൻ്റെ കാർഡ് കളിപ്പിച്ച് നോക്കിയാലും കിട്ടിയ അതേ ഫീലിംഗ് തന്നെയാണ്. അത്രത്തോളം ഓൺ ദ ബോൾ അത്ര സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വിങ്ങിൽ കളിക്കുമ്പോൾ. ചിലപ്പോൾ പ്രോഗ്രഷനൊക്കെ മാറ്റി നോക്കിയാൽ ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും. എന്തായാലും അത്യാവശ്യം റേറ്റിംഗ് വരുന്നുണ്ട്. നല്ല സ്പീഡുണ്ട്. ഫിനിഷിംഗ് ഒക്കെ പക്കയാണ്. അതിലൊന്നും ഒരു കുറവുമില്ല. പിന്നെ കിക്കിംഗ് പവറും കുറച്ചൊന്ന് കൂട്ടിക്കൊടുത്തതിനെ ബെറ്റർ ആയിരിക്കും തോന്നും. സ്റ്റാൻഡേർഡ് ഫോമാണ്, അതാണ് വേറൊരു ഇഷ്യൂ. എന്നാലും പിന്നെ ഡബിൾ ടച്ച് ഇല്ല, അതും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡ് തന്നെയാണ്. പിന്നെ ഈ കാർഡിൻ്റെ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന് ട്രാക്ക് ബാക്ക് സ്കില്ല് വരുന്നുണ്ട്. അത് ആക്ച്വലി അറ്റാക്കിംഗ് സൈഡിലേക്ക് അത്രത്തോളം യൂസ്ഫുൾ അല്ല. നമ്മൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഈ കാർഡിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഹാരി കെയ്ൻ. ഇത് എത്രാമത്തെ ഹാരി കെയ്ൻ ആണെന്ന് കൊണാമിക്ക് ഒരു നിശ്ചയമില്ല. കാരണം നമുക്ക് ഓരോ തവണയും ഓരോ പേര് പറഞ്ഞ് പുതിയ ഹാരി കെയ്ൻ്റെ കാർഡ് ഓരോ ക്യാമ്പയിനിലും കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ ഡീപ് ലൈൻ ഫോർവേഡാണ്. സ്പീഡ് തീരെ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫിനിഷിങ്, കിക്കിംഗ് പവർ, സ്റ്റാറ്റ്സ് ഒക്കെ 90 താഴെയാണ്. അതാണ് വേറൊരു സംഭവം.
ഫോമൊക്കെ പക്കയാണ്, വീക്ക് ഫുട്ട് ആക്യുറസി ഒക്കെ ഉണ്ട്. ഞാനൊരു ലോൺ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാൻ പറയില്ല, ഒരു 2 സ്ട്രൈക്കർ ഫോർമേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്ട്രൈക്കറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലോണം സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു കാർഡാണ് ഹാരി കെയിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ടുന്ന ഫിനിഷിങ് സ്കില്ലൊക്കെ ഉണ്ട്, പിന്നെ ക്യാപ്റ്റൻസി ഉണ്ട്. അതുകൊണ്ട് വേറെ നിങ്ങൾക്ക് ലോങ് റേഞ്ച് ഷൂട്ടിങ് വേണമെങ്കിൽ കൊടുക്കാം, ഡബിൾ ടച്ച് വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും നല്ലൊരു കാർഡ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റായിട്ട് റാഫീനയുടെ ഈ ഒരു ഹോൾ പ്ലെയർ കാർഡ്. റാഫീനയുടെ പ്രൊലിഫിക് വിങ്ങർ കാർഡൊക്കെ ഇതിനിടയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഹോൾ പ്ലെയർ കാർഡ് അത് വേറൊരു ലീഗാണ്. ഞാൻ മുമ്പ് ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് റാഫീനയുടെ ഹോൾ പ്ലെയർ കാർഡ് കളിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാർഡ് കളിപ്പിച്ച ഒരു എക്സ്പീരിയൻസും ഈ ഒരു കാർഡ് കളിച്ച ഒരു എക്സ്പീരിയൻസും പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. ഇപ്പം തന്നെ ഓൺലൈനായിട്ട് ഒരു 2-3 തവണ കോയിൻ ഇവൻ്റൊക്കെ കളിക്കുന്ന സമയത്ത് ഓപ്പണൻ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിയായ തലവേദനയാണ്. ഫിനിഷിങ് ഒരു ചെറിയൊരു പോരായ്മയാണെന്ന് പറഞ്ഞെങ്കിൽ പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ പൊസിഷനിങ് ആണെങ്കിലും ബോൾ കൺട്രോളിങ് ആണെങ്കിലും പാസിങ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു കാർഡ് തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ അക്കൗണ്ടിൽ ഈ ഒരു കാർഡ് എടുക്കുന്നത്, കാരണം എൻ്റെ അടുത്തുള്ള കാർഡ് ഏകദേശം 96 97 98 അങ്ങനെ എത്രയാണ് റേറ്റിംഗ്, 98 ആണെന്ന് തോന്നുന്നു ഹോൾ പ്ലെയർ കാർഡ് ഹൈലൈറ്റ് കാർഡ് വരുന്നത്. സോ ഞാൻ എന്തായാലും ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി എൻ്റെ സജഷൻ, നിങ്ങൾ ആരൊക്കെ എടുത്താലാണ് കുറച്ചുകൂടി ബെറ്റർ ആണെന്നുള്ള എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, 1ാമത്തെ റാങ്കിങ് നമുക്ക് റാഫീനയ്ക്ക് കൊടുക്കാം. 2ാമത്തെ റാങ്കിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് വൈസ് മാർട്ടിനെല്ലിക്ക് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ ഞാനത് ഈ ഒരു ആന്റണി ഗോർഡൻ കൊടുക്കും. കാരണം കളിപ്പിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അറിയുള്ളൂ, അത്രയും സ്മൂത്താണ്, അത്രയും ക്വിക്കാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. 3ാമത്തെ റേറ്റിംഗ് ഒബ്വിയസ്ലി ഹാരി കെയിനിന് കൊടുക്കണം. കാരണം നല്ലൊരു പ്ലേയിങ് സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് സെക്കൻഡിൽ വെക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് CF ആണ് ഹാരി കെയിൻ എന്ന് പറയുന്നത്. അടുത്തത് 4ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് സാവിനി ആയിരിക്കും. കാരണം അധികം ആരടുത്തും ഈ ഒരു കാർഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സാവിനിയുടെ കാർഡൊക്കെ ഹൈലൈറ്റ് കാർഡൊക്കെ പലരുടെ കയ്യിൽ കുറവാണ്, ഉള്ളവർ തന്നെ മര്യാദയ്ക്ക് കളിപ്പിക്കാറുമില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് സാവിനിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. 5th പ്ലേസ് ഞാൻ കൊടുക്കുക റീസ് ജെയിംസിനാണ്. മോർഗൻ റോഗസിന് കൊടുക്കായിരുന്നു, പക്ഷെ ആ ഒരു സ്പീഡിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഞാൻ റീസ് ജെയിംസിന് കൊടുത്തത്. 6ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് മോർഗൻ റോഗസ് തന്നെ. 7ാമതായിട്ട് ഞാൻ മാർട്ടിനെല്ലിനെയാണ് കൊടുക്കുന്നത്. 8ാമതായിട്ട് ജോ പെഡ്രോ. 9ാമതായിട്ട് ഗേഴ്സൺ. ഏറ്റവും ലാസ്റ്റ് മാഗ്വേലി ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഏതായാലും നിങ്ങൾ ഇതിൽ ആരൊക്കെ സെലക്ട് ചെയ്തു, കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട്, അതൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. എന്തായാലും എൻ്റെ പിക്ക് ഇതൊക്കെയാണ്. ഈ ഒരു ടീമിലേക്ക് ഞാനിപ്പോൾ റാഫീനിയ, സാവിനിയോ, മോർഗൻ റോഗസ്, ആന്റണി ഗോർഡൻ, പിന്നെ റീസ് ജെയിംസ്, ഇത്രയും പേരാണ് എടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.